കൊല്ലം നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ തുടർക്കഥയാകുമ്പോൾ പ്രതികളെ പിടികൂടാൻ പറ്റുന്നില്ല പോലീസിന്. സിറ്റി പോലീസ് പരിധിയിൽ കൊലപാതകവും കവർച്ചകളും കവർച്ചാശ്രമങ്ങളും നടന്നുവെങ്കിലും അന്വേഷണമൊന്നും എവിടെയും എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രാൻസ്ഫറായി വന്ന ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടുന്നുവെന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരള പോലീസിനുള്ളത്. എന്നാൽ ഈ അടുത്തിടെയായി കൊല്ലം നഗരത്തിൽ നടന്ന നിരവധി കുറ്റകൃത്യങ്ങളിൽ മാത്രം അന്വേഷണം എങ്ങും എത്തിയില്ല. മെയ് 25-നാണ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത്. കൊലയാളിയുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും അന്വേഷണം വഴിമുട്ടി. പ്രതിക്കായുള്ള തിരച്ചിൽ തമിഴ്നാട്ടിലും നടത്തിയെന്നതാണ് അന്വേഷണത്തിലെ ഏക പുരോഗതി. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സ്റ്റെയിൻ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് 23 ലക്ഷം രൂപയാണ് ഏപ്രിൽ 27-ന് മോഷണം പോയത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. നഗരത്തിൽ മുൻപ് മോഷണം നടത്തിയ സംഘത്തിൽപ്പെട്ട ആൾ ഉൾപ്പെടെയാണ് കടയിൽ കയറിയതെന്ന് കണ്ടെത്തി. പ്രതികളെ പിടികൂടാനാകാതെ സിറ്റി പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു. ജനുവരി മാസത്തിലാണ് കൊല്ലം നഗരത്തിൽ തന്നെയുള്ള SNDP യോഗം ആസ്ഥാനത്തും ഫാത്തിമ മാതാ കോളേജിലും മോഷണ ശ്രമങ്ങൾ നടന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ ചിന്നക്കടയിലുള്ള 2 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. ജനുവരി 27-നായിരുന്നു 2ഇടത്തെയും മോഷണ ശ്രമം. മുഖം മറച്ച് മാരകായുധങ്ങളുമായി എത്തിയ 5-അംഗ സംഘം പണം ലഭിക്കാതെ വന്നതോടെ മടങ്ങി. പ്രൊഫഷണൽ രീതിയിൽ കവർച്ച നടത്തുന്ന ഇതര സംസ്ഥാന മോഷണ സംഘമാണ് പിന്നിലെന്നതാണ് പോലീസിന്റെ ഏക കണ്ടെത്തൽ. നഗരഹൃദയത്തിൽ കുറ്റവാളികൾ അഴിഞ്ഞാടുമ്പോൾ സിറ്റി പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന സംശയം ഉയരുന്നു. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.